ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലാണ്. അപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങി വെക്കേണ്ട സാധനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നീ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് എംബ്രോയ്ഡറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമെന്ന്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചത് കോച്ചിങ്ങിനൊന്നും പോയിട്ടല്ല. എൻ്റെയും സോഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് തന്നെയാണ്. അപ്പം ഞാൻ എങ്ങനെയാണോ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചത് അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമാണ്. ഈ ഫ്രെയിം ആക്ച്വലി എന്തിനാണ് എംബ്രോയ്ഡറിയിൽ യൂസ് ചെയ്യുന്നതെന്ന് ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കും. അപ്പോൾ ഫ്രെയിമിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യുന്ന ക്ലോത്ത് നല്ലതായിട്ട് വലിഞ്ഞു തന്നെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറിക്ക് പെർഫെക്ഷനും കിട്ടില്ല, അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും വരും. അപ്പോൾ ആ ക്ലോത്ത് നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഈ ഫ്രെയിമിനുള്ളിൽ നമ്മൾ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല വലിഞ്ഞു നിൽക്കുന്ന രീതിയിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന എംബ്രോയ്ഡറി ത്രെഡാണിത്. ആങ്കറിൻ്റെ ത്രെഡാണ്. സാധാരണ നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഏകദേശം 6 സ്റ്റാൻഡ്സ് ആയിട്ടുള്ളൊരു ത്രെഡാണ്. ഇതിൽ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എത്ര തിക്കായിട്ടാണോ ത്രെഡ് വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം. ഈ സെയിം തിക്നെസ്സിലും എടുക്കാം, അല്ലാണ്ടും എടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലാണ്. നീഡിൽ പല സൈസ് ഉള്ളതുണ്ട്. അപ്പം നമ്മുടെ ത്രെഡ് ഏറ്റവും നന്നായിട്ടിരിക്കാൻ പാകത്തിനുള്ള നീഡിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം കുറച്ച് സ്റ്റാൻഡ്സ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ചെറിയ നീഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ സ്റ്റാൻഡ്സ് ആയിട്ട് എടുക്കുന്നെങ്കിൽ വലിയ നീഡിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് സിസറാണ്. ഇത്ര സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്, നമ്മൾ ഫസ്റ്റ് എംബ്രോയ്ഡറി ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ നമ്മളൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് കുറച്ച് ഇഴയടുപ്പും കുറഞ്ഞ ടൈപ്പ് എടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പം സാധാരണ നമ്മൾ ലൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ കോട്ടൻ്റെ ക്ലോത്താണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഫ്രെയിം ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല വലിപ്പത്തിലുള്ള ഫ്രെയിംസ് കിട്ടും. അപ്പം കുറച്ച് ഏരിയയാണ് നമുക്ക് ചെയ്യാനുള്ളെങ്കിൽ ചെറിയ ഫ്രെയിം മതി. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മെറ്റീരിയൽ എങ്ങനെയാണ് ഈ ഫ്രെയിമിനുള്ളിൽ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഫ്രെയിം ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരെണ്ണം താഴെ വയ്ക്കുക. അതായത് സ്ക്രൂ ഇല്ലാത്ത ഫ്രെയിമിൻ്റെ പോർഷൻ നമ്മൾ മെറ്റീരിയലിൽ താഴെ വയ്ക്കുക. സ്ക്രൂ ഉള്ള പോർഷൻ മുകളിൽ വെച്ചിട്ട് ആ മെറ്റീരിയൽ നല്ലതായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിക്ക് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുക. ആ സ്ക്രൂ വെച്ച് നമ്മൾ അതിൻ്റെ ടൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുണി നന്നായിട്ട് എല്ലാ സൈഡിൽ നിന്നും വലിച്ചു വെച്ച് നല്ലതായിട്ട് നിൽക്കാൻ പാകത്തിന് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഏകദേശം നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. മെറ്റീരിയൽ അതിനകത്ത് നല്ല സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ത്രെഡിൻ്റെ നീഡിലിൻ്റെയും കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഞാനിപ്പം വലിയ നീഡിലാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിത് ഫുൾ സ്റ്റാൻഡ്സിലാണ് ചെയ്യാൻ പോകുന്നത്. ആ ത്രെഡ് അതേ രീതിക്ക് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ നീഡിലിൽ കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ത്രെഡ് എത്ര സ്റ്റാൻഡ്സ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ സെയിം ത്രെഡ് തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് 4 സ്റ്റാൻഡ്സ് ആയിട്ടും എടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് രണ്ടായിട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനിതിൻ്റെ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുക്കാൻ പോവാണ്. അതായത് നമുക്ക് ഇത് കുത്തി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പുറ സൈഡിൽ നിന്ന് നൂല് കടന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റം നമ്മളൊന്ന് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നുകിൽ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തതുപോലെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് സാധാ രീതിക്കൊരു കെട്ടിട്ട് കൊടുത്താലും മതി. സാധാ രീതിക്ക് നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ടിരിക്കും. അതിൽ നല്ലത് ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ നമ്മുടെ വിരലിലൊന്ന് വട്ടം കറക്കിയിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ നൂലിൻ്റെ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അടിയിൽ നിന്നാണ് തുന്നി കൊടുക്കാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഫ്രെയിമിൻ്റെ ബാക്ക് വശം എന്താ ഇങ്ങനെയായിരിക്കും ഏകദേശം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കൈ കാണത്തില്ലേ, അതുപോലെ അടിയിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കുത്തിയെടുത്തിട്ടാണ് നമ്മുടെ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കെട്ടിട്ടേക്കുന്നത് കൊണ്ട് നൂലവിടെ തന്നെ നിൽക്കുന്നുണ്ട്.
ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ബേസിക് സ്റ്റിച്ചസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം. ഇന്നിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൊണ്ട് നമുക്ക് എംബ്രോയ്ഡറി പഠിച്ച് തുടങ്ങാം കേട്ടോ. ഇനി പല ടൈപ്പ് മെറ്റീരിയൽസും പല ടൈപ്പ് ത്രെഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.